ജോസ്, നമ്മൾ ഒരു ജയം പറഞ്ഞു സന്തോഷിച്ചിരുന്നതായിരുന്നു. അപ്പോൾ അടുത്ത കളിയിൽ നമ്മളൊരു വൈറ്റ് വാഷ് പ്രതീക്ഷിച്ചു. എങ്ങനെയെങ്കിലുമൊക്കെ വൈറ്റ് വാഷ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രതികാരത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്ത്യ തോറ്റു. പക്ഷെ തോറ്റാലും അത്യാവശ്യം ഒരു പോരാട്ടം അവിടെ ഉണ്ടായി എന്നുള്ളത് കാര്യം 2020 പോലെ ആയിരുന്നില്ല. ഒരു പോരാട്ടമുണ്ട്. ഒന്നുകിൽ ബാറ്റർമാർ നിറം മങ്ങിയാലും ബൗളർമാരുടെ സൈഡിൽ നിന്നൊരു നല്ലൊരു ശ്രമം അവിടെ നടന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ടോപ്പ് ഓർഡർ നിർഭാഗ്യവശാൽ KL രാഹുലിന് കളിക്കാൻ കഴിഞ്ഞില്ല. ടോപ്പ് ഓർഡറിൽ രോഹിത്, ഗില്ല്, കോഹ്ലി ഒപ്പം ശ്രേയസ് ഈ 4 പേര് കഴിഞ്ഞാൽ പിന്നെ വന്നത് ഈ പറയുന്ന പോലെ 2020 നിന്ന് ആഡ് ചെയ്ത 4 പേരും പരാജയം എന്ന് തന്നെ പറയാം. ഇഷാൻ കിഷൻ പരാജയമായി, പിന്നെ വാഷിംഗ്ടൺ സുന്ദർ പരാജയമായി, അക്സർ പട്ടേൽ പരാജയമായി. പക്ഷേ അക്സർ പട്ടേൽ കുറച്ച് പിന്നെ ബോളിങ്ങിനെങ്കിലും ഇന്നലെ തന്നെ സുന്ദറിനെ ബോൾ ചെയ്തോ? സുന്ദറിന് എന്താണ് ചുമതല? ബാറ്റിങ്ങിനാണോ? ഒന്നും അറിയില്ല. ബോൾ ചെയ്തില്ലല്ലോ. പിന്നെ ശിവൻ ദുബെ വന്ന പന്തിൽ തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു 2020 കളിക്കുന്ന ടീമിനെ കൊണ്ട് ഈ 50 ഓവർ മത്സരം കളിപ്പിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല എന്നുള്ളത് സംശയമില്ല. അതിന് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം 2023 ലോകകപ്പിൽ സൂര്യകുമാർ യാദവ്. അന്ന് സൂര്യകുമാർ യാദവിന് പകരം ഒരു 50 ഓവർ ബാറ്റർ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ഷെൽഫിൽ നമ്മുടെ കിരീടം ഇരുന്നേനെ. അത് എന്നുള്ളത് പോലെ നമുക്ക് 50 ഓവർ മാച്ചിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തവയെ നമ്മൾ അതിന് ശ്രമിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് കാര്യമില്ല. വാഷിംഗ്ടൺ സുന്ദറിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നുള്ളത് അദ്ദേഹത്തിനും അറിയില്ല, അദ്ദേഹത്തെ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്കും അറിയില്ല, അറിയില്ല എന്നുള്ള അവസ്ഥയാണ്. ഏകദിന മത്സരത്തിലെ ആദ്യത്തെ മത്സരം ജയിച്ചതിന്റെ സന്തോഷത്തിലൊക്കെ നമ്മളിരുന്നു. രണ്ടാമത്തെ മത്സരത്തിന്റെ തുടക്കം ബാറ്റിംഗ് കണ്ടപ്പോൾ ഇത്തവണ എന്തായാലും 290 മുകളിൽ ഉറപ്പായിട്ടും അത് നമ്മൾ അത് പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു. പക്ഷെ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ആ സമയത്ത് 178-4 എന്ന നിലയിലായിരുന്നു. നമ്മുടെ ശ്രേയസ് അയ്യർ ഓൾറെഡി സെറ്റായിട്ട് വരുന്നു, പുറകെ ഇത്രയധികം ബാറ്റ്സ്മാൻമാരുണ്ട്. എന്നിട്ട് നമ്മൾ 233 റൺസിൽ ഒതുങ്ങി. പിന്നെ ബോളർമാരെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ റൺസ് ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിച്ച് ഓഫ് കോഴ്സ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പിച്ച് തന്നെയായിരുന്നു. പക്ഷേ 233 എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൽ അതൊരു മാനസികമായിട്ടൊരു ആധിപത്യം നമ്മൾ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്ന പോലെയാണ്. ജയിക്കാം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതെ, ഇപ്പൊ ഒരു 300 സ്കോർ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഈ ഒരു 4-5 വിക്കറ്റ് പോകുമ്പോഴത്തേനും സമ്മർദ്ദം വരും ഉറപ്പായിട്ടും. പക്ഷെ ഇതുണ്ടായില്ല, സമ്മർദ്ദമില്ല, വളരെ ഈസി ആയിട്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ ടെക്നിക്കിലേക്ക് തിരിച്ചു പോവുക, നമ്മുടെ പഠിച്ച എന്താണോ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചത് അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളത് റൂട്ട് കൃത്യമായിട്ട് കാണിച്ചു തന്നു. ഈസി ആയിട്ട് അവര് ജയിച്ചു. എനിക്കൊന്നും ആദ്യത്തെ മത്സരത്തിൽ ഈ അക്സർ പട്ടേലും സുന്ദറും കൂടെ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നല്ലോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുള്ള അവർ ഇന്ത്യയെ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ ജോ റൂട്ട് ചെയ്തു. നമുക്ക് മത്സരത്തിലേക്ക് വന്ന ഇഷാൻ കിഷൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം ടീമിലേക്ക് വന്ന്. പക്ഷേ ശ്രേയസ് അയ്യർ അദ്ദേഹം സ്ഥിരമായിട്ട് തിളങ്ങാറുള്ള നമ്പർ 4 പൊസിഷൻ, അവിടെയാണ് ഇഷാൻ കിഷൻ ഇന്നലെ ഇറക്കി വിടുന്നത്. ഒരു അനാവശ്യമായിട്ടുള്ളൊരു നീക്കം. നമ്മൾ ശരിക്കും എന്തിനാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതെന്ന് പലപ്പോഴും ആലോചിച്ച് പോവാം. ഗംഭീറിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞാണ്, കഥാനായകൻ എന്ന് പറഞ്ഞ ജയറാമിൻ്റെ ഒരു സിനിമയുണ്ട്, അതിൽ ഒരു പാട്ടുണ്ട്, കുലം ഇത് മുടിയാൻ ഒരുവൻ എന്നാണ് പാട്ട്. ഇങ്ങനെ KPC ഇങ്ങനെ പാടുവാണ്, വളരെ ഫേമസ് ആയിട്ടാണ് ആ പാട്ട്, അതിൻ്റെ വരികളുമൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ ടീം ഇത് മുടിയാൻ ഒരുവനാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള ഷഫ്ലിങ്, അനാവശ്യമായിട്ടുള്ള ഷഫ്ലിങ്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കളി എതിരാളിക്ക് എന്നാൽ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞ് വെച്ചു കൊടുക്കുന്ന രീതി. ഇഷാൻ കിഷൻ്റെ വിക്കറ്റ് ശരിക്കും ആ സമയത്ത് പോയി. അവിടെ നമുക്ക് ഒരു ആധിപത്യം ഇവിടെ നഷ്ടമാവുകയാണ്. ഒരാവശ്യവും ഇല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട്. ശ്രേയസ് അയ്യരും വിരാട് കോഹ്ലി നല്ല മനോഹരമായ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി പൊക്കോളും. അവിടെ ഇഷാൻ കിഷനെ ഒരു അനാവശ്യ വിക്കറ്റ് അവിടെ പോകുന്നു. ഓഫ് കോഴ്സ് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടമായതിനു ശേഷം പിന്നീട് അത് ശ്രേയസ് അയ്യർക്ക് ഒരാൾ കൂട്ടുപോലും ഇല്ല. അദ്ദേഹം ഒറ്റയ്ക്കായി നിൽക്കുകയാണ്. ബുംറയാണ്. ബുംറ സുന്ദറിനേക്കാളും അക്സർ പട്ടേലിനേക്കാളും അതുപോലെ ശിവം ദുബേക്കാരും മനോഹരമായി ബാറ്റ് ചെയ്തു. ഇവർ 3 പേരെ എടുത്തതിനേക്കാൾ കൂടുതൽ റൺസ് എടുക്കുന്നു. നമ്മൾ പറയുമ്പോൾ 2027 ഏകദിന ലോകകപ്പ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ കളിക്കുന്നത്. ഇത് ഈ ഒരു പരമ്പര മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ആ സമയത്ത് നല്ല ടീമിനെ ഉണ്ടാക്കേണ്ടതിന് പകരം അനാവശ്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി ഒരു ടീമിന്റെ കോമ്പിനേഷനെ മൊത്തം നശിപ്പിക്കുകയും ആ ഒരു എന്താ പറയുക ജയിച്ച് വരേണ്ട ഒരു വിന്നിങ് മെന്റാലിറ്റി അതിനെ മുഴുവൻ നശിപ്പിക്കുകയാണ് ഗംഭീർ ചെയ്യുന്നത്. അതെ,
അങ്ങനെയാണ്. അതാണ് ഒരു കാണുന്നതിൽ ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ. അതുമാത്രമല്ല, ഈ പറയുന്ന പോലെ ബോൾ അതായത് ബോൾ ചെയ്യാൻ കൊടുക്കാത്തൊരു, പന്ത് കൊടുക്കാത്തൊരു ആളെ ഓൾറൗണ്ടറാക്കി ഇട്ടേക്കാണ്. ഈ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അതായത് ടോട്ടലി ഒരു T20 പ്ലെയറായ ശിവം ദുബെയെ നമ്മൾ ഇതിന് സെലക്ട് ചെയ്തു. അറിയില്ല ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ SSLC പരീക്ഷിക്കാൻ +2 ചോദ്യ പേപ്പർ വെച്ച് കൊടുത്താൽ എങ്ങനെ ഇരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ശിവം ദുബെ പ്രോപ്പർ ഒരു T20 ബാറ്റ്സ്മാനാണ്. അത് മാത്രമല്ല അതിൽ അദ്ദേഹം ഓക്കെയാണ്. കാരണം അവസാന ഓവറുകളിൽ ഇറങ്ങി വെടിക്കെട്ട് ബാറ്റിംഗ് ഒക്കെ നടത്തി വിജയിക്കാനുള്ള ഉതകുന്ന ഒരു സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന താരമാണ്. പക്ഷെ ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ ശൈലിക്ക് പറ്റുന്ന ഒരു ഫോർമാറ്റ് അല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന മറ്റൊരു ഇന്നിങ്സ് കൂടി കഴിഞ്ഞു പോയിരിക്കുകയാണ്. നമ്മൾ ഈ പറയുമ്പോൾ ചില പേരുകൾ, ഹാർദിക് പാണ്ഡ്യ, എന്തുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ പൊതിഞ്ഞ് സൂക്ഷിക്കണം എന്ന് പണ്ട് പല താരങ്ങളും പറഞ്ഞു. കാരണം ഇതിപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഹാർദിക് പാണ്ഡ്യയുടെ ആവശ്യകത ടീമിൽ ഇത്രയും പെട്ടെന്ന് അദ്ദേഹം ഫിറ്റായിട്ട് തിരിച്ചു വരണം. നിതീഷ് കുമാർ റെഡ്ഡി അതേപോലെ തന്നെ തിരിച്ചു വരേണ്ട അത്യാവശ്യമാണ്. കാരണം ഈ ഒരു ടീമിൽ ശിവം ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, ഈ രണ്ടു പേർക്കും പ്രത്യേകിച്ച് റോളില്ല. അക്സർ പട്ടേൽ ഓക്കെയാണ്. അതെ, ഇന്നലെ തന്നെ അക്സർ പട്ടേൽ ആ ഒരു ഷോട്ടിന് ശ്രമിച്ചു എന്നുള്ളത്, അതായത് ഒരു അപ്പർ കട്ടിന് ശ്രമിച്ചിട്ടാണ് അത് ഉറപ്പായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷെ വാഷിംഗ്ടൺ സുന്ദറിനൊന്നും ഒരു ആത്മവിശ്വാസത്തോടെയും അല്ല ബാറ്റ് ചെയ്തത്. അങ്ങനെ അത് ആദ്യത്തെ കളിയിലുമല്ല, ജയിച്ചെന്ന് മാത്രം, 50 അടിച്ചെന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് അതൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്റിങ് അദ്ദേഹം നടത്തിയിട്ടില്ല. പക്ഷേ KL രാഹുൽ നിർഭാഗ്യവശാൽ വയ്യാതെയായി. അതെ, അല്ല എന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു സ്ട്രോങ് ടീമാണ്. കാര്യം ഈ പറയുന്ന പോലെ ഒരു 5 സെറ്റ് ബാറ്റർമാർ, വിശ്വസിക്കാൻ പറ്റുന്ന ബാറ്റർമാരില്ലാതെ ഇടയ്ക്കൊക്കെ തിളങ്ങുന്ന അല്ലെങ്കിൽ വെടിക്കെട്ട് ബാറ്റർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഏകദിന ടീമിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഫോർമാറ്റിനെ നമ്മൾ നടക്കില്ല. കാര്യം 50 ഓവർ ബാറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് യശസ്വി ജയ്സ്വാളിനെ കൂട്ടിയില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ യശസ്വിയെ ഇതിലെടുക്കാമായിരുന്നു അദ്ദേഹത്തെ എടുത്താൽ. പ്രത്യേകിച്ച് ടെസ്റ്റ് ബാറ്റർമാർ അതിൽ നല്ല കഴിവ് തെളിയിച്ചവർക്ക് ഏകദിനത്തിലും അവർ ആ രീതിയിൽ തന്നെ തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഒരു രാജാവ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം മാത്രമല്ല, അതിനൊപ്പം തന്നെ ഒരുപാട് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. 2027 ലോകകപ്പിൽ രോഹിത് ശർമ്മ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്നലത്തെ കളിയിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ട്, ഒന്നുകിൽ അദ്ദേഹത്തോട് സ്വാഭാവികമായ കളി അദ്ദേഹത്തിനെ തടഞ്ഞിട്ടുണ്ട്. അതായത് നിന്ന് സ്കോർ ചെയ്യേണ്ട ഒരു സാഹചര്യമോ സമ്മർദ്ദമോ അദ്ദേഹത്തിനുണ്ട്. കാര്യം അദ്ദേഹം പന്ത് മിഡിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ റൺ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഒരു ക്യാച്ചിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. എന്നാലും ഒരു 26 റൺസ് അല്ലേ, അതെ, ഹുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഒരു 6 അദ്ദേഹം നേടി. എന്തോ ഒരു കുറവ് എവിടെയോ ഒരു ഫീലിംഗ് ഉണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ സ്വാഭാവികമായ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ അനായാസമാണ് റണ്ണുകൾ പ്രവഹിക്കുക. കാര്യം അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ ഒരു കഷ്ടപ്പാടുണ്ടെന്ന് തോന്നത്തേയില്ല. കണ്ടു നിൽക്കുന്ന ആർക്കും അത് വളരെ സന്തോഷം നൽകുന്ന, പ്രത്യേകിച്ചും കവറിലൂടെയൊക്കെയുള്ള ചില ഷോട്ടുകൾ ഒരു തരത്തിലും അത് വളരെ ഈസി ആയിട്ട്. പക്ഷേ വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ അതിനകത്തൊരു എഫർട്ട് ഫീൽ ചെയ്യും. പക്ഷേ രോഹിത് ശർമ്മ അതില്ല, വളരെ ഒഴുകുന്ന ഷോട്ടുകളാണ്. അത്രേ ഉള്ളൂ. ഇന്നലെ അത് കണ്ടില്ല. ഇന്നലെ എന്നല്ല, കുറച്ചധികം ഏകദിന മത്സരങ്ങളായിട്ട് പഴയ രോഹിത് ശർമ്മയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു അവസാനത്തെ 8 ഏകദിന മത്സരങ്ങളിൽ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് രോഹിത് ശർമ്മ 75 മറ്റോ ഉള്ളത്. ബാക്കി എല്ലാം രോഹിത് ശർമ്മയുടെ പോലത്തെ ഒരു താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രകടനമല്ല. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അടുത്ത ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ലോർഡ്സിലെ പോരാട്ടം അദ്ദേഹത്തിൻ്റെ അവസാന ഏകദിന മത്സരമായിരിക്കും. ഇനി ഒരു അവസരം അദ്ദേഹത്തിന് കൊടുക്കില്ല എന്ന് രോഹിത് ശർമ്മയോട് ഇത് സംസാരിച്ചു. രോഹിത് ശർമ്മ വളരെയധികം അസ്വസ്ഥനാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാലമായിട്ട് ഈ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് 2027 ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആ ടീമിൽ ഉണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഓഫ് കോഴ്സ് വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഫോമിലൂടെ തന്നെ കടന്നു പോകുന്നത് അദ്ദേഹം എന്തായാലും ടീമിലുണ്ടാവും. രോഹിത് ശർമ്മയുടെ കേസിൽ അദ്ദേഹത്തെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ബാറ്റർ ടീമിൽ ഉണ്ടാകേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ക്വാഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ആവശ്യകതയാണ്. എന്ത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് BCCI എടുക്കാൻ പോകുക അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിന്ന് അറിയില്ല. പക്ഷേ രോഹിത് ശർമ്മ ഫ്ലോയിലേക്ക് വരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ടീമിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിനെയും സംബന്ധിച്ച്. പഴയ ഒരു രോഹിത് ശർമ്മ സ്വാഭാവികമായിട്ട് നമുക്ക് വിൻറ്റേജ് രോഹിത് ശർമ്മയൊന്നും ഇനി കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം പ്രായം 39 വയസ്സ്, 40കളിലേക്ക് കടക്കുകയാണ്. പക്ഷേ രോഹിത് ശർമ്മ ആ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന രോഹിത് ശർമ്മയെ നമുക്ക് തീർച്ചയായിട്ടും
കാണണം എന്നാലേ ഉള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ യശസ്വി ജയ്സ്വാളിനെ പോലെ ഒരു താരം പുറത്ത് നിൽക്കുന്നു, ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ടീം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗിൽ ജയ്സ്വാൾ ഓപ്പണിംഗ് കോമ്പിനേഷൻ വേൾഡ് കപ്പിൽ കാണാൻ പറ്റും. നമുക്ക് ആഗ്രഹം രോഹിത് ശർമ്മ കളിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, അതായത് എത്ര വലിയ പ്ലെയർ ആണെങ്കിലും എത്ര വലിയ ക്ലാസ് പ്ലെയർ ആണെങ്കിലും പ്രായം സ്വാഭാവികമായിട്ടും ബാധിക്കും. അതിനി ആരാണെങ്കിലും ബാധിക്കും. അത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ടൈമിങ്ങിനെ അത് ബാധിക്കും. ഐ ഹാൻഡ് കോർഡിനേഷൻ അതാണല്ലോ പ്രധാനം, അതിനെ ബാധിക്കും. ഒരു സമയത്ത് സേവാഗിനൊക്കെ പ്രശ്നമുണ്ട്. അതെ സേവാഗ് അല്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഡെലിവർ ആണ്. സേവാഗ് ഒരിക്കലും ഫുട് വർക്കിന്റെ നിൽക്കുന്ന ആളല്ല. അതുപോലെ പിന്നെ പന്ത് ഏതാണ് നല്ല എറിയുന്ന ബൗളറെ നോക്കാറില്ല, വരുന്ന പന്തുകൾ മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു ബൗളർക്ക് പ്രത്യേക ഒരു ബഹുമാനം കൊടുക്കണമെന്ന് കരുതുന്ന അദ്ദേഹത്തിന്റെ സ്റ്റൈൽ അതായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് വെച്ചാൽ ഹാൻഡ് ഐ കോർഡിനേഷൻ, അത് പക്കയാണ്. സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ, അതാണ് നിൽക്കുക, അതിന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ശൈലി അത് തന്നെയായിരുന്നു. രോഹിത് ശർമ്മ അങ്ങനെയല്ല, കുറച്ചുകൂടി ഒരു ടെക്നിക്കൽ ബാറ്ററാണ്. പക്ഷേ സ്വാഭാവികമായ കവർ ഡ്രൈവുകൾ, നല്ല ലോഫ്റ്റഡ് ഷോട്ടുകൾ, നല്ല ഒന്നാന്തരം ഫുൾ ഷോട്ടുകളും ഹുക്കുകളും, ഇതെല്ലാം രോഹിത് ശർമ്മ വളരെ സിമ്പിളായിട്ട് ചെയ്യുമായിരുന്നു. ഒരു കാലത്ത് രോഹിത് ശർമ്മയുടെ കളി ഏറ്റവും നന്നായിട്ട് അദ്ദേഹം കളിക്കുന്ന IPL-ലായിരുന്നു. അദ്ദേഹം ടീമിൽ അധികം അങ്ങനെ കളിക്കാറില്ല. അന്ന് പലരും പറയാറുണ്ട്, അത് മാത്രമല്ല ഒരു അലസഗമനാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു അലസനായിട്ട് ബാറ്റ് ചെയ്യും, പക്ഷെ നല്ല നല്ല ഷോട്ടുകൾ. ഈ രോഹിത് ശർമ്മയെ കുറിച്ചിട്ട് വളരെ മുന്നേ തന്നെ ഈ രോഹിത് ശർമ്മ ഈ ആദ്യം വരുന്ന 2000-ന്റെ ഒരു 2006-2007 ആ സമയത്ത് വരുന്നതിനൊക്കെ മുന്നേ ഇദ്ദേഹത്തെ കുറിച്ച് രവിശാസ്ത്രിയുടെ കമന്ററിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വരാൻ പോകുന്ന നമ്മുടെ അടുത്ത പ്ലേയേഴ്സ് രോഹിത് ശർമ്മയൊക്കെയാണ്. രോഹിത് ശർമ്മ അതായത് അണ്ടർ-19 അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കളിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം എടുത്ത് പറയുമായിരുന്നു രവിശാസ്ത്രി. അത് അദ്ദേഹം കാണിക്കുകയും ചെയ്തു. രോഹിത് ശർമ്മ അതിൻ്റെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും 20 വർഷം പ്രായം, ഇത് നമുക്ക് തടയാൻ കഴിയില്ല. അദ്ദേഹം ഈ ടൂർണമെൻറ്റിൽ ഒരു മികച്ച അല്ലെങ്കിൽ ഒരു 39-40 വയസ്സുള്ള ഒരു പ്ലെയർ, ഒപ്പം തന്നെ ടൈമിങ്ങിൽ അല്ലെങ്കിൽ റൺ എടുക്കാൻ ബുദ്ധിമുട്ടുന്നു. സ്വാഭാവികമായിട്ടും ഏതൊരു ടീമും പുറത്ത് നല്ലൊരു യുവതാരം വെയിറ്റ് ചെയ്യുന്നു. ഏത് ടീമും ഏത് മാനേജ്മെൻറ്റും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ ചെയ്യാൻ കഴിയും, വേറെ ഓപ്ഷനില്ല. പക്ഷേ നമ്മളുടെ ആഗ്രഹം രോഹിത് ശർമ്മ ആ ഒരു ഫോമിലേക്ക് തിരിച്ചെത്തി, പ്രത്യേകിച്ചും 3 ഡബിൾ സെഞ്ചുറി ഒക്കെ ഉള്ള ഒരാൾ 264 റൺസ് ഒരു ഏകദിനത്തിൽ അടിക്കാന്ന് വെച്ചാൽ, അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പ്ലെയർ, അദ്ദേഹത്തിൻ്റെ സാധാരണയുള്ള ബാറ്റിങ്ങിൻ്റെ ഒരു 50% വന്നാൽ തന്നെ നമുക്ക് ഓക്കെയാണ്, ഉറപ്പായിട്ട്. അങ്ങനെ വന്നാലും മതി. ആദ്യത്തെ ഒരു 5-10 ഓവറുകൾക്കുള്ളിൽ ഒരു മികച്ച സ്കോർ കണ്ടെത്തി രോഹിത് ശർമ്മ ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് ഇന്ത്യക്ക് തന്നാൽ അതൊരു വലിയ കാര്യമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് അതിന് സാധിക്കുമോ അല്ലെങ്കിൽ അതിനുള്ള അവസരം കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ആയിട്ടുള്ള വിരാട് കോഹ്ലി ഒരിക്കൽ രവിചന്ദ്രൻ അശ്വിനുമായിട്ട് സംസാരിച്ചപ്പം അശ്വിനോട് ചോദിച്ചു, അശ്വിൻ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ, ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആരാണ് എന്നുള്ളതാണ് അഭിപ്രായം. അപ്പോൾ അശ്വിൻ പറഞ്ഞു MS ധോനി. ഡിവില്ലിയേഴ്സിൻ്റെ ഒക്കെ പേര് പറഞ്ഞു, അല്ല, രോഹിത് ശർമ്മയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ദിവസമാണെങ്കിൽ അദ്ദേഹത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ഇന്ന് ലോകത്തിലില്ല. വിരാട് കോഹ്ലി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കളിശൈലി കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ദിവസമാണെങ്കിൽ പിന്നെ ബോളർമാർക്ക് ഒന്നും രക്ഷയില്ല. വെറുതെ ബോളിംഗ് മിഷൻ സെഞ്ചുറി അല്ല, ചെറിയ സ്കോർ ഒന്നുമില്ല. അത് ഒരു ടീമൊക്കെ ഒരു സാധാരണ ഒരു 50 ഓവർ മത്സരത്തിൽ നേടുന്ന സ്കോറിനപ്പുറം അദ്ദേഹം പോകും. അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. മാത്രമല്ല ഈ രോഹിത് ശർമ്മയ്ക്ക് എവിടെ നിന്നാണ് ഇത്ര സമയം കിട്ടുന്നതെന്ന് നമുക്ക് ആലോചിച്ചു. കാര്യം ഒരു പന്ത് 140-150 വരുന്ന ഒരു പന്ത് നേരിടാൻ അദ്ദേഹത്തിന് എക്സ്ട്രാ സമയം കിട്ടുന്ന പോലെ നമുക്ക് അങ്ങനെയുള്ള ബാറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാമെന്നേ പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും ഈ റിപ്പോർട്ടുകൾ ചില റിപ്പോർട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു BCCI ആയിട്ട് വളരെ അടുത്ത ബന്ധപ്പെട്ട സോഴ്സുകളൊക്കെയാണ് പുറത്തുവിടുന്നത്. അതെ. പിന്നെ മാത്രമല്ല ഒരു മികച്ച ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു ഫാൻ ബേസുള്ള ഒരു പ്ലെയറെ പുറത്താക്കുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യുന്നതിന് മുന്നേ ഈ റിപ്പോർട്ടുകൾ അവർ മനഃപൂർവ്വം പുറത്തുവിടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ സച്ചിൻ വിരമിക്കുന്നു എന്ന് പറയാതെ സച്ചിനെ മാറ്റി നിർത്തുമ്പോൾ അതൊരു വലിയ ഇതിന് കാരണമാകും എന്നുള്ളത് മിക്കവാറും ഈ റിപ്പോർട്ടുകൾ ശരിയാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ഏറ്റവും ബെസ്റ്റ് ഒരു പ്രകടനം രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ പറഞ്ഞ റിപ്പോർട്ടുകളെയൊക്കെ നമുക്ക് അറിയില്ല എന്താണ് സംഭവിക്കും. എന്തായാലും ഞായറാഴ്ച ഒരു ഹിറ്റ്മാൻ ഷോ ഉണ്ടാകട്ടെ, വെയിറ്റ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. മാത്രമല്ല രോഹിത് ശർമ്മ ടീമിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം.
പക്ഷെ അതിന് ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരവും അത് കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ അതെ ആ ഒരു ഇതും കൂടെ ചിലപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കാനുള്ള രീതിയിലേക്ക് അടുത്ത ലോർഡ്സിലെ ഒരു അവിസ്മരണീയമായ മത്സരം കാഴ്ചവെക്കാൻ, ഒരു ബാറ്റിംഗ് കാഴ്ചവെക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.